ശ്രീകാന്തിനെ കൊന്ന് വിക്രം ജയിലിലേക്ക്. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, നാളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അങ്ങനെ അനിയൻകുട്ടനെ ഇല്ലാതാക്കുമ്പോൾ, തൻ്റെ സഹോദരനെ ഇല്ലാതാക്കുമ്പോൾ വിക്രത്തിനാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ദേഷ്യം വരുന്നൊരു കാഴ്ച കാണാൻ കഴിയും. അനിയൻകുട്ടൻ തൻ്റെ കൺമുമ്പിൽ തന്നെ വെടിവെച്ച് വീഴുന്നത് കൊണ്ട് തന്നെ വേദ നല്ല രീതിയിൽ തന്നെ പേടിക്കുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വേദയെ ആശ്വസിപ്പിക്കാനായിട്ട് വിക്രം ശ്രമിക്കുന്നില്ല. ആദ്യം തന്നെ ഓടിച്ചെന്ന് ചെല്ലുന്നത് നമ്മുടെ തോക്ക് വാങ്ങിയെടുക്കലാണ്. തോക്ക് വാങ്ങിയെടുത്ത ശേഷം ആദ്യം തന്നെ നമ്മുടെ അനിയൻകുട്ടനെ കൊന്ന അമ്മായിയച്ഛനെ തന്നെ വെടിവെച്ച് കൊല്ലുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകാന്തിനെ ഓടിച്ചിട്ട് പിടിക്കുന്നൊരു കാഴ്ച. ഒടുവിൽ ശ്രീകാന്തിൻ്റെ നെഞ്ചിലും വയ്ക്കുന്നു ഒരു വെടി. അങ്ങനെ വേദ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എല്ലാവരെയും കൊന്നിട്ടിരിക്കുന്ന വിക്രത്തെയാണ് കാണുന്നത്. ഇതേ സമയം വേദ നല്ല രീതിയിൽ തന്നെ സങ്കടപ്പെടാനായിട്ട് തുടങ്ങുന്നു. വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സങ്കടപ്പെടുന്ന വേദയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. കൂടാതെ സേതുവിൻ്റെ കൂടെ വേദയെ പറഞ്ഞയക്കുന്നു. ഒടുവിൽ രണ്ടുപേരെ കൊന്ന കുറ്റത്തിന് വിക്രത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നൊരു കാഴ്ചയും. അങ്ങനെ വിക്രം കോടതിയിലേക്ക് പോവുകയും അവിടെ നിന്ന് വിക്രത്തെ റിമാൻഡ് ചെയ്യുന്നു. ശിക്ഷ തന്നെ നൽകുന്നു, കടുത്ത ശിക്ഷ. വിക്രത്തെയും വേദയെയും വേർപിരിക്കുന്നൊരു കാഴ്ചയാണ് ഇനി പവിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നല്ല അടിപൊളി എപ്പിസോഡാണ് പ്രിയ പ്രേക്ഷകരെ ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ.